ഹലോ വീട്ടമ്മാസ്. ഇന്ന് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കണ ഒരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇന്ന് ഞാനിവിടെ മാങ്ങയും ചെമ്മീനും കൂടെ കറി വെക്കണേന്. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യമായിട്ട് ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലൊരു ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പല, വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് നല്ലപോലെ വാടി ചെയ്ത് സവാള വെച്ചു. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കാരണം സവാള ചേർത്ത് കൊടുക്കും. ഇത് നല്ലപോലെ വാടുന്നത് വരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ലപോലെ വാടി വരട്ടെ. നിങ്ങളോട് വാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയൊക്കെ ചേർത്ത്. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നല്ലപോലെ വാടി വരും. തക്കാളിയൊക്കെ ഒരുവിധം വാടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. ഇതേപോലെ തന്നെ 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ മാങ്ങ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് കരിയാതിരിക്കാൻ വെള്ളം ഇട്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വലിയ ചെമ്മീനാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിനൊരു പാത്രം ചെമ്മീൻ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തത്. ഇതൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ചേർത്തു. ഇനി ഇത് നല്ലപോലെ തിളച്ച് ചെമ്മീനും മാങ്ങുന്നു വെന്ത് വരുന്നു. മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. മാങ്ങയും ചെമ്മീനൊക്കെ നല്ലപോലെ
വെന്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ അരച്ച തേങ്ങ ചേർത്തില്ലെങ്കിൽ ഒരു തേങ്ങാപ്പാലാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളക്കണ്ട. ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിക്കണം. തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കാതെ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാം. ഇപ്പൊ ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത കറി ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.